എന്താടാ നെറ്റിക്കൽ റീലാണോ? പിന്നല്ല, ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അതെ അതെ. എടാ ഈ വചനം ഒന്ന് കേട്ടെ. ഏതാ? ബത്ലഹേം എഫ്രാത്ത, യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പുള്ളവനാണ്. വചനമൊക്കെ കിട്ടി, പക്ഷെ ഒരു കുഴപ്പമുള്ളൂ. എന്ത് പറ്റി? ബത്ലഹേത്തിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. അത് നീ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. നീ മുയലിനെ പിടിച്ചേ. എടാ പറ. ഈശോയും ബത്ലഹേമും തമ്മിൽ ഒത്തിരി ബന്ധമാണ്, നമുക്കറിയാലോ. പക്ഷെ ഈ ബത്ലഹേമിന് ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം മാത്രമൊന്നുമല്ല. അതിലുപരി പ്രവാചകന്മാരിലൂടെ ദൈവം പണ്ട് തൊട്ടേ അരുളി ചെയ്ത കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ബത്ലഹേം. നീ ഇപ്പൊ വായിച്ചു കേട്ട വചനഭാഗം ഏത് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള? മിക്ക പ്രവാചകന്റെ ഗ്രന്ഥം 5-ാം അധ്യായം 2-ാം വാക്യം നീ ഇപ്പൊ വായിച്ചേ. ഈ മിക്ക പ്രവാചകന്റെ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് BC 725 മുതൽ 700 വരെയായിരുന്നു. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈശോ ജനിക്കുന്നതിന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ ദൈവം പ്രവാചകനിലൂടെ ബത്ലഹേമാണ് ഈശോ ജനിക്കാൻ പോകുന്ന സ്ഥലമെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈശോ ജനിച്ചത് ഏത് വംശത്തിലാ? ദാവീദിന്റെ വംശത്തിലാ അല്ലേ? നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈശോ ദാവീദിന്റെ വംശത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ട്വിസ്റ്റ് എന്നാന്ന് ചോദിച്ചാല്, യൗസേപ്പ് പിതാവ്, ഈശോയുടെ വളർത്ത പിതാവേ, ദാവീദ് വംശജനും ദാവീദിന്റെ കുടുംബത്തിലുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് റോമൻ സാമ്രാജ്യത്തില് സെൻസസ് എടുക്കാനായിട്ട് ആവശ്യം വന്നപ്പോഴത്തേക്ക് യൗസേപ്പ് പിതാവും മാതാവും കൂടി ബത്ലഹേമിലേക്ക്, നസ്രത്തിൽ നിന്ന് യൂദയായിലേക്ക് യാത്ര ചെയ്തത്. മഹാനായ തത്വചിന്തകനായ അക്വിനാസ് പറയുന്നുണ്ട്, ഈശോ ജനിക്കേണ്ടത് ദാവീദിന്റെ വംശത്തിലാണെന്ന് കാണിക്കാൻ തന്നെയാണ് ദൈവം ബത്ലഹേം ഈശോ ജനിക്കാനുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ബത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനം. അതായത് ബത്ലഹേം, ബേത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് എന്നാണ്. ലഹം, അത് ലഹമ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അതിന്റെ അർത്ഥം ബ്രെഡ് എന്ന്, അതാണ് ഹൗസ് ഓഫ് ബ്രെഡ്. ഇനിയും അപ്പമാകേണ്ടവൻ അപ്പത്തിന്റെ ഭവനത്തിൽ വന്നു പിറന്നു, അതാണ് ബത്ലഹേം. അതായത് ഇതുവഴിയായിട്ട് ഇത് പരിശുദ്ധ കുർബാനയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് അല്ലെ? ഓക്കെ മതി. എനിക്ക് അത്യാവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ മൊയലിനെ കൂട്ടിക്കൊണ്ടുവന്നാക്കിട്ട് പോയേക്കാം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ബത്ലഹേമിനെ കുറിച്ച് അറിയുന്ന ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടും. ഓക്കെ.